ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 2-ാം സർഗത്തിലെ 30-ാമത്തെ ശ്ലോകം ഒന്ന് കാണാം. ഭാസതാം ഭവഭയൈകഭേഷജം മാനസേ മമ മുഹുർമുഹുർമുഹു ഗോപവേഷമുപസേദുഷസ്വയം യാപികാപീകരമണീയതാ വിഭോ. ഗോപവേഷം ഉപസേദുഷ സ്വയം, സ്വയം തന്നെത്താനെ ഗോപവേഷം ധരിച്ചിരിക്കുന്ന, വേറെ യശോദാമ ധരിപ്പിച്ചൊന്നുമല്ല, തന്നെത്താനെ ഗോപവേഷം ധരിച്ചിരിക്കുന്ന ആ ശ്രീകൃഷ്ണൻ യാപികാപീരമണീയതാ വിഭോ, അതായത് വർണ്ണിക്കാൻ പറ്റാത്തതാണ്, അവർണ്ണനീയ സൗന്ദര്യമാണ് ആ നമ്മുടെ കൃഷ്ണൻ ആ ഗോപവേഷമൊക്കെ ധരിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ. അതെന്താണ്? ഭവഭയൈക ഭേഷജം, ഭവഭയം അതായത് സംസാര ഭയത്തിനുള്ള ഭേഷജം എന്ന് പറഞ്ഞാൽ മരുന്ന്, ഇല്ലെങ്കിൽ ഒറ്റമൂലി. അതായത് ഈ ഭവഭയത്തിന് ഒരു മരുന്നാണിത്. ഏതാണ്? ഈ ഗോപവേഷം ധരിച്ച ഈ ഭഗവാന്റെ ആ സൗന്ദര്യം, അവർണ്ണനീയമായ സൗന്ദര്യം. അതെന്ത് വേണമെന്ന് പറയുന്ന അടുത്ത് നോക്കൂ. മാനസേ മമ ഭാസതാം, എൻ്റെ മനസ്സിൽ വിളങ്ങണം, തെളിഞ്ഞു വിളങ്ങണം. എപ്പോഴാണ്? വല്ലപ്പോഴും മതിയോ? പോരാ. മുഹുർ വീണ്ടും 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 എൻ്റെ മനസ്സിൽ അങ്ങനെ ആ ഭഗവാന്റെ അവർണ്ണനീയ സൗന്ദര്യം അങ്ങനെ തെളിഞ്ഞ് വിളങ്ങണമെന്നാണ് പറയുന്നത്. വർണ്ണിക്കാനാവാത്ത ശ്രീകൃഷ്ണൻ്റെ സൗന്ദര്യം എൻ്റെ മനസ്സിൽ തെളിഞ്ഞ് വിളങ്ങണമേ എന്ന് കവി പ്രാർത്ഥിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് നമ്മളുടെ ലീലാശുകൻ വിവരിക്കുന്നുള്ളൂ. ഇത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലും ആ സുന്ദര രൂപം അങ്ങനെ തെളിഞ്ഞു വിളങ്ങുന്നു. എന്നുമെന്നും അതങ്ങനെ വിളങ്ങണമേ എന്നാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ആഗ്രഹം.